ആടാ മക്കളെ, നമ്മളിന്ന് 3 ഡയമെൻഷണൽ സ്പേസിൽ വെക്ടറിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. വെക്ടറിനെ 3 ഡയമെൻഷണൽ സ്പേസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മുറിക്കകത്തുള്ള വെക്ടർ. നമ്മൾ ഇതുവരെ വരച്ചൊക്കെ ഇങ്ങനെ IJ അല്ലെങ്കിൽ XY അങ്ങനെ മാത്രമല്ലേ. മുറിക്കകത്താകുമ്പോൾ നീളം, വീതി, ഉയരം ഉണ്ടാവും അല്ലേ. അതായത് മുറിക്കകത്തൊരു പോയിന്റ്, ആ പോയിന്റ് മുറിയിൽ നമ്മളൊരു കോർണർ വിചാരിക്കുക. ആ കോർണറിൽ നിന്ന് പോയിന്റിലേക്ക് വരയ്ക്കുന്നതിന് എന്തുണ്ടാവും? അതാണ് പൊസിഷൻ വെക്ടർ. അപ്പോൾ അതിന് ഒരു നിഴലുണ്ടാവില്ലേ താഴെ അല്ലേ. ആ നിഴലാണ് എക്സും വൈയും. ഇസഡ് ആ ഒരു പോയിന്റിന് താഴെ ഒരു നിഴലുണ്ടാവില്ലേ. ആ നിഴലിൻ്റെ പോയിന്റ് എക്സും വൈയും കാണിക്കും. അവിടുന്ന് ഉയരും. അതാണ് പരിപാടി. ഓക്കെ, അപ്പോൾ അത് ഞാനൊന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. അപ്പം നമ്മുടെ കയ്യിൽ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് ഇങ്ങനെ 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ഇതാണ് സ്പേസിലെ പോയിന്റ്. എന്തല്ല, XY പ്ലെയിനിലല്ല, സ്പേസിലാണ്. ഇതാണ് സ്പേസിലെ പോയിന്റ്. ഈ വെക്ടറാണ് വെക്ടർ R എന്ന് വിചാരിക്കുക. വെക്ടർ R. ഓക്കെ, അപ്പോൾ അതിനെ എത്ര കമ്പോണൻ്റ് ആക്കി മുറിക്കാൻ നോക്കിക്കോളെ. ഇതാ ഞാൻ പറഞ്ഞു, ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയ ഒരു നിഴലുണ്ടാവും നിലത്ത്. XZ പ്ലെയിൻ നിലത്ത് ഒരു നിഴലുണ്ടാവും, ശരിയല്ലേ. ആ നിഴലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു X വാല്യൂ ഉണ്ടാവും അല്ലേ. ഒരു X വാല്യൂ ഉണ്ടാവും, ഒരു Y വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് RX എന്ന് വെച്ചാൽ R എന്ന വെക്ടറിൻ്റെ X കമ്പോണൻറ്റ്. ഇത്രയാണ് R എന്ന വെക്ടറിൻ്റെ Z കമ്പോണൻറ്റ്. ഇത്രയാണ് R എന്ന വെക്ടറിൻ്റെ Y കമ്പോണൻറ്റ്. വളരെ സിമ്പിളാണ്, കണ്ടോളെ. RXും RZും കൂടെ കൂട്ടിയാൽ ഡയഗണൽ കിട്ടി. അപ്പോൾ ഇതെന്താണ്? RX പ്ലസ് RZ ആണ്. ഈ 2 വെക്ടറിനെ കൂട്ടിയാൽ നമുക്കിത് കിട്ടി. ഇനി ഇതും കൂടെ കൂട്ടിയാൽ ഇത് കിട്ടി, ശരിയല്ലേ. ഇതും കൂടെ കൂട്ടിയാൽ RX പ്ലസ് RZൻ്റെ കൂടെ RYയും മേലേക്കുള്ള RYയും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടി? R എന്ന വെക്ടർ കിട്ടി. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? വെക്ടർ R എന്ന് പറയുന്നത് RX പ്ലസ് RY പ്ലസ് RZ. നേരത്തെ നമ്മൾ പറഞ്ഞ് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. എന്ത്? X ആക്സിസിലുള്ള വെക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം? I കൊണ്ട് ഗുണിച്ച് കാണിക്കാമെന്ന്. അപ്പോൾ വെക്ടർ Rന് വേണമെങ്കിൽ RX I ക്യാപ് പ്ലസ് RY J ക്യാപ് പ്ലസ് RZ K ക്യാപ് എന്നെഴുതാം. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? ഒരു വെക്ടറിനെ 3 കഷ്ണങ്ങളാക്കി മുറിച്ചു. 3 കഷ്ണങ്ങളാക്കി മുറിച്ചില്ലേ? ആ 3 കഷ്ണങ്ങൾ എങ്ങനെയാണ്? മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഇതാണ് ഓർത്തോഗണൽ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ ഇൻ എ 3 ഡയമെൻഷണൽ സ്പേസ്. 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു വെക്ടറിനെ നമ്മൾ 3 കഷ്ണമാക്കി മുറിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, R എന്ന് പറയുന്ന പൊസിഷൻ വെക്ടറാണത്. സ്പേസിലുള്ള വെക്ടറാണ്. ആ സ്പേസിലുള്ള വെക്ടറിന് ആ സ്പേസിലുള്ള പോയിന്റിന് ഒരു നിഴലുണ്ട്. ആ നിഴലിലേക്ക് വരച്ച ഒറിജിൻ എന്നുള്ള വെക്ടറാണ് എക്സിൻ്റെയും സെഡിൻ്റെയും സമ്മ്. അതിൻ്റെ കൂടെ വൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഉയരവും കൂടെ കിട്ടി. ഇത്രയുള്ള സംഭവം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് വെക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചാണ്. പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സ്. വെക്ടേഴ്സിനെ 2 തരത്തിൽ പ്രോഡക്റ്റ് എടുക്കാമെന്നാണ് പറയാം. 2 തരത്തിൽ നമുക്ക് വെക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കാം. ഒരു തരം അതിൻ്റെ പേരാണ് ഡോട്ട് പ്രോഡക്റ്റ്. എന്താണ്? ഡോട്ട് പ്രോഡക്റ്റ്. അതിന് മറ്റൊരു പേരുണ്ട് സ്കേലാർ പ്രോഡക്റ്റ്. മറ്റൊരു പേരാണ് സ്കേലാർ പ്രോഡക്റ്റ്. അതെന്താ സ്കേലാർ പ്രോഡക്റ്റ് എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് പ്രോഡക്റ്റ് എടുത്താൽ കിട്ടുന്നത് ഒരു സ്കേലാർ ആയിരിക്കും. അവസാനം ആൻസർ സ്കേലാർ ആയിരിക്കും. 2 വെക്ടറിനെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ കിട്ടുന്നത് സ്കേലാർ ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് സ്കേലാർ പ്രോഡക്റ്റ് എന്ന് വിളിച്ചത്. പിന്നത്തെ ഒരു സാധനമാണ് ക്രോസ് പ്രോഡക്റ്റ്. അതിൻ്റെ മറ്റൊരു പേരാണ് വെക്ടർ പ്രോഡക്റ്റ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. കാരണം എടുത്തുന്ന ഉത്തരം ഒരു വെക്ടർ ആയിരിക്കും.
ഇനി ആദ്യം നമുക്കതിലെ ഡോട്ട് പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കാം. ആദ്യം നമുക്ക് ഡോട്ട് പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കാം. വളരെ സിമ്പിളാണ്. രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, വെക്ടർ എയും വെക്ടർ ബിയും. ഓക്കെ, വെക്ടർ എയും വെക്ടർ ബിയും രണ്ട് വെക്ടേഴ്സാണ്. ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. സിമ്പിളാണല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് വെക്ടർ എ ഡോട്ട് ബി, ഇങ്ങനെ എഴുതാം, ഡോട്ട്, അതുകൊണ്ടാണ് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഒരു കുത്തിടുക. വെക്ടർ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എയുടെ മോഡുലസ് ഗുണിക്കണം ബിയുടെ മോഡുലസ് ഗുണിക്കണം കൊസൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ്. ഇനി മോഡുലസ് എനെ നമ്മൾ വെറും എ കൊണ്ട് കാണിക്കാറുണ്ട്, എ ബി കോസ് തീറ്റ. ഇതാണ് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് പഠിക്കണമെന്ന് വിചാരിക്കും അല്ലേ? ഒക്കെ ആവശ്യമുണ്ട്, മുന്നോട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ആവശ്യമുണ്ട് എന്ന് വിചാരിച്ചങ്ങ് പഠിക്കുക. ഇപ്പോൾ അയ്യോ എന്തൊക്കെയോ സാറ് പറയണു എന്നാണ് ചിന്ത. ഞാനും പഠിക്കുമ്പോൾ എനിക്കും അങ്ങനെ തന്നെ ഉണ്ടായി. പക്ഷേ നമുക്ക് മുന്നോട്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്തിനാണ് ഇത് ഉപയോഗിച്ചതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. എ ഡോട്ട് ബി ഈസ് എ ബി കോസ് തീറ്റ. ഇനി ഇതിനെ ഞാൻ രണ്ട് തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോളെ. രണ്ട് തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ് എ ഡോട്ട് ബിനെ. ഈ ചിത്രം ഞാൻ ഒന്നും കൂടെ വരയ്ക്കാം. ഇതാണ് വെക്ടർ എ, ഇതാണ് വെക്ടർ ബി. ഈ ആംഗിളാണ് തീറ്റ. ഞാൻ ഈ വെക്ടർ ബീനെ റിസോൾവ് ചെയ്യട്ടെ. വെക്ടർ ബീനെ റിസോൾവ് ചെയ്യാം. വെക്ടർ ബീനെ റിസോൾവ് ചെയ്താൽ, ഈ ബീനെ റിസോൾവ് ചെയ്താൽ നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആക്കാം. ഒന്ന് ഇങ്ങോട്ടേക്ക് കിട്ടുന്ന എന്തുണ്ടാവും, ബി കോസ് തീറ്റ ഉണ്ടാവും, ശരിയല്ലേ? പിന്നെ ഇങ്ങോട്ടേക്ക് കിട്ടുന്ന എന്തുണ്ടാവും, ബി സൈൻ തീറ്റ ഉണ്ടാവും. ഇങ്ങനെ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടറായിട്ട് എനിക്ക് ബീനെ മുറിക്കാൻ പറ്റും. അപ്പം നമ്മൾ എന്താ പഠിച്ച്, എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ച്, എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി കോസ് തീറ്റ എന്നാണ്. Isn't it? So what is b cos theta? b cos theta is the component of b along the direction of a. അപ്പോൾ എങ്ങനെ എഴുതാം, എ ഡോട്ട് ബി ഈക്വൽ ടു എ ഇൻറ്റു, ഓക്കെ, ഇൻറ്റു എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ മൾട്ടിപ്ലിക്കേഷൻ, എ ഇൻറ്റു കമ്പോണൻറ്റ് ഓഫ് വെക്ടർ ബി along direction of വെക്ടർ എ. isn't it? സിമ്പിൾ. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം, കമ്പോണൻറ്റ് ഓഫ് ബി along direction of a വെക്ടർ എ ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. ഇതാണ് ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ വേറൊരു ട്വിസ്റ്റിംഗ്. തിരിച്ചും പറയാം, ഞാനൊന്നും കൂടി ചിത്രം വരയ്ക്കാം. ഇതായിരുന്നു നമ്മുടെ വെക്ടർ എ, ഇതായിരുന്നു നമ്മുടെ വെക്ടർ ബി. വേറൊരു തരത്തിൽ എങ്ങനെയാണ് പറയാൻ കണ്ടോളൂ. ഇതായിരുന്നു ഇവർ തമ്മിലുള്ള ആംഗിൾ. ഞാൻ നേരത്തെ ബീനെ രണ്ട് കമ്പോണൻ്റ് ആക്കിയല്ലേ ചെയ്തേ. ഇനി ഞാൻ എനെ രണ്ട് കമ്പോണൻ്റ് ആക്കുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, ഇതെങ്ങനെയാണ് ബി കോസ് തീറ്റ ആയത്? അടുത്തിരിക്കുന്ന ആംഗിളിനോട് അടുത്തിരിക്കുന്നത് ബി കോസ് തീറ്റയും ഓപ്പോസിറ്റ് ബി സൈൻ തീറ്റയാണ്. അതുപോലെ ഞാൻ എനെ രണ്ട് കമ്പോണൻ്റ് ആക്കുക. എ എന്ന ഈ വെക്ടറിനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ രണ്ട് കമ്പോണൻ്റ് ആക്കുക. ഇങ്ങോട്ടേക്കുള്ള ബീൻ്റെ ഡയറക്ഷനുള്ള ആരുണ്ടാവും, ഇത് ഏതാ, തീറ്റേൻ്റെ അടുത്തുള്ള സൈഡാണ്. അപ്പോൾ പറയും ഏതാ, കറക്റ്റ്, എ കോസ് തീറ്റ. ഇനി ഇതെന്താ, ഇതല്ലേ ഈ കമ്പോണൻ്റ് പെർപെൻഡിക്കുലർ മറ്റേ കമ്പോണൻ്റ്. അപ്പോൾ ഇതാരാ, എ സൈൻ തീറ്റ. ഇതിൻ്റെ ആവശ്യം നമുക്കില്ല തൽക്കാലം. അപ്പോൾ എ ഡോട്ട് ബീനെ എങ്ങനെ എഴുതാം, എ ഡോട്ട് ബീനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, എ ഡോട്ട് ബീനെ എ കോസ് തീറ്റ ഇൻറ്റു ബി എന്ന് എഴുതാം അല്ലേ? എന്താ എ കോസ് തീറ്റ? എ കോസ് തീറ്റ ഈസ് കമ്പോണൻ്റ് ഓഫ് എ along direction of b, along direction of vector b equal to എന്താ വരിക, വെക്ടർ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ബി.
വെക്ടർ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ബി. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ തന്നെ കണ്ടില്ലേ നിങ്ങൾ എ ബി കോസ് തീറ്റ ഇങ്ങനെയാണ് ഉത്തരം കിട്ടുന്നത്. എ ഒരു മാഗ്നിറ്റ്യൂഡാണ്, ബി ഒരു മാഗ്നിറ്റ്യൂഡാണ്, കോസ് തീറ്റ ഒരു മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡുകൾ മാത്രം കുടിച്ച് നമുക്ക് കിട്ടുന്ന മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഒരു സ്കേലാറാണ്. ദിസ് ഈസ് അബൌട്ട് ദി ഡോട്ട് പ്രോഡക്റ്റ്, ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ബേസിക്സ്. ഓക്കെ, ഇനി അടുത്തത് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഓർത്തോനോർമൽ യൂണിറ്റ് വെക്ടേഴ്സ്. ആരായിരുന്നു ഓർത്തോനോർമൽ യൂണിറ്റ് വെക്ടേഴ്സ്? ഓർമ്മയുണ്ടോ ആരാ ഓർത്തോനോർമൽ യൂണിറ്റ് വെക്ടേഴ്സ്? നമ്മൾ പറഞ്ഞാണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ പേരാണ് ഓർത്തോനോർമൽ യൂണിറ്റ് വെക്ടേഴ്സ്. ഓർത്തോനോർമൽ യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ആരൊക്കെ? ഐ, ജെ, കെ ഇവരുടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ എങ്ങനെ കിട്ടും നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ്? ഐ ഡോട്ട് ഐ, എ ഡോട്ട് ബി പോലെ. അപ്പോൾ എ പോലെ ഡോട്ട് ഐ ക്യാപ്പ് ഐ, ബി പോലെയും ക്യാപ്പ് ഐ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? മോഡുലസ് ഓഫ് എ ആരാ? മോഡുലസ് ഓഫ് ഐ 1 ഇൻറ്റു മോഡുലസ് ഓഫ് ബി 1 ഇൻറ്റു കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഐയും എന്ന് വെച്ചാൽ എക്സും തമ്മിലുള്ള ആംഗിൾ 0. സോ ദാറ്റ് ഈസ് 1 ഇൻറ്റു 1 ഈക്വൽ ടു 1. കോ 0 1 അല്ലേ? ഇനി ഐ ഡോട്ട് ജെ എന്താ വരിക നോക്കി നോക്ക്. 1 ഇൻറ്റു ഇവൻ്റെ മോഡുലസ് ഇൻറ്റു ഇവൻ്റെ മോഡുലസ് ഇൻറ്റു കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ഐ ആൻഡ് ജെ കോസ് 90 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതുപോലെ ഐ ഡോട്ട് കെ എന്താ വരിക? ഐ ഡോട്ട് കെ 1 ഇൻറ്റു ഇവൻ്റെ മോഡുലസ് ഇൻറ്റു കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ഐ ആൻഡ് കെ എക്സ് ആൻഡ് സെഡ് ഈസ് അഗെയിൻ 90 ഈക്വൽ ടു 0. സംഭവം സിമ്പിളാണ്. ഇനി അടുത്ത ജെൻ്റെ എടുത്ത് നോക്കാം. ജെ ഡോട്ട് ഐ modulus of j into modulus of I into cosine of angle between I and j 90 that is equal to 0. ഇനി അടുത്ത j dot j പറയുമ്പോൾ modulus of j into cosine of angle between j and j y and y is 0 cos 0. So that is cos 0 is 1. So answer will be 1. Now j dot k 1 into cos 90. Cos 90 is 0, so the answer is 0. സോ സിമ്പിൾ. കണ്ടില്ലേ, നല്ല രസമായിട്ട് പഠിച്ചാൽ എല്ലാം സിമ്പിളാണ്. കെ ഡോട്ട് ഐ ഇനി നിങ്ങൾ തന്നെ പറഞ്ഞോ 1 ഇൻറ്റു പറയും കോസ് 90 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അടുത്ത കെ ഡോട്ട് ജെ ആൻസർ എത്രയാ? 1 ഇൻറ്റു കോസ് 90 ഈക്വൽ ടു 0. അടുത്ത കെ ഡോട്ട് കെ എന്താ വരിക? 1 ഇൻറ്റു കോസ് 0 ഈക്വൽ ടു 1. അപ്പോൾ എന്താ അപ്പോൾ നമുക്ക് കിട്ടിയേ? I dot I equal to J dot J equal to K dot K equal to 1, all others 0. All others are 0. This is the dot product of orthonormal unit vectors. ഇനി അടുത്ത dot product of arbitrary vectors. ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് എനി 2 വെക്ടേഴ്സ്. ഏത് 2 വെക്ടേഴ്സും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാവുന്ന പണിയാണ്. തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ 3 ഡയമെൻഷണൽ സ്പേസിൽ ഒരു വെക്ടറിനെ നമുക്ക് 3 കഷ്ണാക്കി മുറിക്കാമെന്ന്. ആർ എന്ന വെക്ടറിന് ആർ എക്സ് ഐ ക്യാപ്, ആർ വൈ ജെ ക്യാപ് പ്ലസ് ആർ ഇസെഡ് കെ ക്യാപ് അങ്ങനെ പറഞ്ഞില്ലേ. അതുപോലെ വെക്ടർ എനെ നമുക്ക് വെക്ടർ എനെ നമുക്ക് 3 കഷ്ണാക്കി മുറിക്കാം. എങ്ങനെയാ? എക്സ് ആക്സിസിൽ അതിന് കമ്പോണൻ്റ് ഉണ്ടാവും എക്സ് ഐ, വൈ ആക്സിസിൽ അതിന് കമ്പോണൻ്റ് ഉണ്ടാവും എ വൈ ജെ, സെഡ് ആക്സിസിൽ അതിന് കമ്പോണൻ്റ് ഉണ്ടാവും എ സെഡ് കെ. മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഏത് 3 ഡയമെൻഷണൽ സ്പേസിലെ വെക്ടറിനെ നമുക്ക് 3 കമ്പോണൻ്റ് ആക്കി മുറിക്കാൻ പറ്റും. അങ്ങനെ മുറിച്ച് കിട്ടിയ 3 കഷ്ണങ്ങളാണ്. അനദർ വെക്ടർ ബി എന്താണ്? ബി എക്സ് ഐ ക്യാപ് പ്ലസ് ബി വൈ ജെ ക്യാപ് പ്ലസ് ബി സെഡ് കെ ക്യാപ്. ഇങ്ങനെയാണ് 2 വെക്ടേഴ്സ്. ഇനി നമ്മൾ എന്ത് വേണം? നമുക്ക് വേണ്ടത് എ ഡോട്ട് ബി കാണലാണ്. ഈ 2 വെക്ടേഴ്സിൻ്റെ ഡോട്ട് എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? എ എക്സ് ഐ ക്യാപ് പ്ലസ് എ വൈ ജെ ക്യാപ് പ്ലസ് എ സെഡ് കെ ക്യാപ് ഡോട്ട് ബി എക്സ് ഐ ക്യാപ് പ്ലസ് ബി വൈ ജെ ക്യാപ് പ്ലസ് ബി സെഡ് കെ ക്യാപ്. ഇത് ചെയ്യണം.
ഇത് സത്യത്തിൽ എങ്ങനെയാണ് ചെയ്യാൻ അറിയാം നിങ്ങൾക്ക്? ഒന്നും ചെയ്യാനില്ല. നമ്മൾ സാധാരണ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ തന്നെ. ഒന്നെടുക്കുക, ഓരോന്നായിട്ട് ഡോട്ട് ചെയ്യുക. രണ്ടെടുക്കുക, ഓരോന്നായിട്ട് ഡോട്ട് ചെയ്യുക. മൂന്നെടുക്കുക, ഓരോന്നായിട്ട് ഡോട്ട് ചെയ്യുക. നോക്കല്ലേ? അപ്പോൾ എന്താ ചെയ്യുക? ആ ഡോട്ട് എടുക്കുമ്പോൾ വെക്ടേഴ്സ് തമ്മിൽ ഡോട്ട് എടുത്താൽ മതിയല്ലോ. മറ്റേ മോഡുലസിനെ ചുമ്മാ ഗുണിച്ചാൽ പോരെ. അപ്പോൾ മോഡുലസ് ആരൊക്കെ ഇവിടെ? ഇവിടെ മോഡുലസ് എ എക്സ്, ഇവിടെ മോഡുലസ് ബി എക്സ്. പിന്നെ ഡോട്ട് എടുക്കേണ്ടത് ഐയും ഐയും തമ്മിൽ. അപ്പോൾ എങ്ങനെ എഴുതും? എ എക്സ് ബി എക്സ് ഐ ഡോട്ട് ഐ പ്ലസ് എ എക്സ് ബി വൈ ഐ ഡോട്ട് ജെ പ്ലസ് എ എക്സ് ബി സെഡ് ഐ ഡോട്ട് കെ പ്ലസ് ഇനി അടുത്തവൻ എടുക്കുക. ടിക് 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 എ വൈ ബി എക്സ് ജെ ഡോട്ട് ഐ പ്ലസ് എ വൈ ബി വൈ ജെ ഡോട്ട് ജെ പ്ലസ് എ വൈ ബി സെഡ് ജെ ഡോട്ട് കെ. സംശയമില്ലല്ലോ? പ്ലസ് ഇനി ഇവൻ എടുക്കുക. ടിക് 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 ഇത്രയാണ്. എന്താണ്? എ സെഡ് ബി എക്സ് കെ ഡോട്ട് ഐ പ്ലസ് എ സെഡ് ബി വൈ കെ ഡോട്ട് ജെ പ്ലസ് എ സെഡ് ബി സെഡ് കെ ഡോട്ട് കെ. ഇങ്ങനെ എടുത്താൽ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. നോക്കി, ഐ ഡോട്ട് ഐ 1 ആണ്, ജെ ഡോട്ട് ജെ 1 ആണ്, കെ ഡോട്ട് കെ 1 ആണ്, ബാക്കിയെല്ലാം സീറോസ് ആണ്. അപ്പോൾ ആകെ എക്സിസ്റ്റ് ചെയ്യുന്നത് ആര് മാത്രമാണ്? ഇതാ, ഇവ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓൾ അതേഴ്സ് ആർ സീറോസ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ വെക്ടർ എ ഡോട്ട് ബി ഈക്വൽ ടു എ എക്സ് ബി എക്സ് ഐ ഡോട്ട് ഐ എന്താ? 1 പ്ലസ് ബാക്കിയെല്ലാം സീറോസ് ആണ്, അത് ഞാൻ കളഞ്ഞു. പിന്നെ ഉണ്ടാവുക എ വൈ ബി വൈ 1 പ്ലസ് എ സെഡ് ബി സെഡ് 1. അത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ എക്സാമ്പിളും കൂടി ചെയ്താൽ സംഭവം കംപ്ലീറ്റ് ആയി. ഒരു എക്സാമ്പിൾ ചെയ്ത് തരാം, അപ്പോൾ കറക്റ്റായിട്ട് കാര്യം മനസ്സിലാവും. വെക്ടർ എനെ 2i പ്ലസ് 3j പ്ലസ് 4k, വെക്ടർ ബി 4i പ്ലസ് 2j പ്ലസ് 6k. ഓക്കെ, അപ്പോൾ ഇതാണ് ആര്? എ എക്സ്, ഇതാണ് എ വൈ, ജെനൊപ്പമുള്ളത് ഇതാണ് എ സെഡ്, അതുപോലെ ഇതാണ് ബി എക്സ്, ഐക്കൊപ്പമുള്ളത് ജെക്കൊപ്പമുള്ളത് ബി വൈ, ഇതിനൊപ്പമുള്ളത് ബി സെഡ്. അപ്പോൾ ചുമ്മാ അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എ ഡോട്ട് ബി എന്താ കിട്ടുക? എ എക്സ് ബി എക്സ് 2 × 4 പ്ലസ് എ വൈ ബി വൈ 3 × 2 പ്ലസ് എ സെഡ് ബി സെഡ് 4 × 6. അപ്പോൾ എത്ര വരും? 24 പ്ലസ് 6 പ്ലസ് 24. ഓക്കെ, അപ്പോൾ 8 6 14, 14 24 38. കണ്ടില്ലേ, വെറും ഒരു വാല്യൂ കിട്ടി, സിംഗിൾ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ ഓക്കെ. ഇനി ഡോട്ട് പ്രോഡക്റ്റിൻ്റെ മറ്റൊരു അപ്ലിക്കേഷനാണ് ടു ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. എൻട്രൻസിനൊക്കെ ചോദിക്കുന്ന ചോദ്യം ഇതിൽ നിന്നൊക്കെ ഉണ്ടാവുക. ടു ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. ഓക്കെ, രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ കാണണം. സിമ്പിളാടാ. നമ്മളെന്താ പഠിച്ച്? എ ഡോട്ട് ബി എന്താ? മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ശരിയല്ലേ? അപ്പോൾ കോസ് തീറ്റ എന്താ വരിക? കോസ് തീറ്റ എ ഡോട്ട് ബി ബൈ മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി. അപ്പോൾ തീറ്റ എന്താ കിട്ടുക? കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ബൈ എ ബി. കോസ് തീറ്റ എത്രയാണെങ്കിൽ തീറ്റ കോസ് ഇൻവേഴ്സ് ഓഫ് ദാറ്റ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രശ്നം നമുക്കുണ്ട്. എന്താണെന്നറിയോ? എൻ്റെയും ബിൻ്റെയും മോഡുലസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു വെക്ടർ തന്നാൽ എങ്ങനെയാണ് മോഡുലസ് കണ്ടുപിടിക്കുക? അത് നമ്മൾ നോക്കാം. മോഡുലസ് ഓഫ് എ വെക്ടർ സിമ്പിളാണ്. എന്താ ചെയ്യുക? ഒരേ വെക്ടറിൻ്റെ ഡോട്ട് എടുക്കുക നമ്മൾ. ഇതും വെക്ടർ എ, ഇതും വെക്ടർ എ. ശരിയല്ലേ? രണ്ടും വെക്ടർ അല്ലേ? ഒരേ വെക്ടർ ഒരേ വെക്ടർ ഒരേ വെക്ടർ രണ്ടെണ്ണം. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് എ എന്താ? എ ഡോട്ട് എ എന്താ? പറയും. എ ഡോട്ട് എ എന്താ? എൻ്റെ സ്ഥാനത്ത് എ, ബിൻ്റെ സ്ഥാനത്തും എ അല്ലേ? എ ഡോട്ട് ബി എന്താ? എ ബി കോസ് തീറ്റ. അപ്പോൾ എ ഡോട്ട് എ എന്താ? എൻ്റെ സ്ഥാനത്ത് എ, ബിൻ്റെ സ്ഥാനത്ത് എ തന്നെ.
അപ്പോൾ എ ബി കോസ് തീറ്റ പോലെ മോഡുലസ് ഓഫ് എ, മോഡുലസ് ഓഫ് ബിക്ക് പകരം വീണ്ടും മോഡുലസ് ഓഫ് എ ഇൻറ്റു കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് എ അല്ലേ. അപ്പോൾ എന്താ കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് എ? 0, cos 0. സോ എ ഡോട്ട് എ ഈക്വൽ ടു എന്താ കിട്ടിയത്? എ ഇൻറ്റു എ ഇൻറ്റു 1 വിച്ച് ഈസ് വാട്ട്? എ സ്ക്വയർ. എ ഡോട്ട് എ ഈക്വൽ ടു വാട്ട്? എ സ്ക്വയർ. എന്താ നമ്മൾ പഠിച്ചത്? എ ഡോട്ട് ബി എന്താ പഠിച്ചത്? എ ഡോട്ട് ബി എന്താ പഠിച്ചത്? എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ സെഡ് ബി സെഡ് എന്നല്ലേ പഠിച്ചത്? അപ്പോൾ എ ഡോട്ട് എ എന്തായിരിക്കും? എ ഡോട്ട് എ എന്തായിരിക്കും? എ ഡോട്ട് എ എക്സ് ബി എക്സിന് പകരം എ എക്സ് എ എക്സ് വിച്ച് ഈസ് എ എക്സ് സ്ക്വയർ, എ വൈ ബി വൈക്ക് പകരം എ വൈ വിച്ച് ഈസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എ ഡോട്ട് എക്ക് പകരം എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. ഈ എ ആരാ? മോഡുലസ് ഓഫ് എ. അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു ദിസ് മച്ച്. അപ്പോൾ എ ഈക്വൽ ടു റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ. അത്രയേ ഉള്ളൂ. എന്താണ്? മോഡുലസ് ഓഫ് എ വെക്ടർ എ ഈക്വൽ ടു റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ. അതേപോലെ മോഡുലസ് ഓഫ് ബി എന്തായിരിക്കും? റൂട്ട് ഓഫ് ബി എക്സ് സ്ക്വയർ പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് ബി സെഡ് സ്ക്വയർ. അപ്പോൾ നമുക്ക് തീറ്റ എങ്ങനെ എഴുതാം? തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബിക്ക് ഫുൾ എക്സ്പാൻഷൻ എഴുതാം. എ ഡോട്ട് ബിക്ക് പകരം എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ സെഡ് ബി സെഡ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ ഇൻറ്റു മോഡുലസ് ബി റൂട്ട് ഓഫ് ബി എക്സ് സ്ക്വയർ പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് ബി സെഡ് സ്ക്വയർ. ഇങ്ങനെ പഠിക്കേണ്ട, അങ്ങനെ പഠിച്ചാൽ മതി. ഇങ്ങനെ പഠിച്ചത് അല്ലാണ്ട് നീണ്ടുപോലെ ഇങ്ങനെ പഠിച്ചാൽ മതി. കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ബൈ എ ബി. ആ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ സെഡ് ബി സെഡ്. എ എന്ന് പറഞ്ഞാൽ മോഡുലസ് എ ആണ്, റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ. ബി എന്ന് പറഞ്ഞാൽ മോഡുലസ് ബി ആണ്, ബി എക്സ് സ്ക്വയർ പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് ബി സെഡ് സ്ക്വയറിൻ്റെ റൂട്ട്. ദാറ്റ്സ് ഓൾ. സിമ്പിൾ. ഇത്ര സിമ്പിൾ കാര്യങ്ങളാണ്. പക്ഷേ ഈ സിമ്പിളായ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു എന്നറിയുമ്പോഴാണ് ഇറ്റ് ബിക്കംസ് വെരി ചാലഞ്ച് ഫോർ. നമ്മൾ ആ കാലത്തിന് വേണ്ടിയാണ് കാത്തിരിക്കേണ്ടത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.